ട്രിവാൻഡ്രം ടു കശ്മീർ ട്രിപ്പ്. എയർ ഇന്ത്യ സ്റ്റാഫിനോടൊപ്പം ഒരു സെൽഫി. കശ്മീർ ട്രിപ്പാണ്. അതിന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെക്കിൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒരു 120 രൂപ കൊടുത്തിട്ടൊരു കട്ടൻ കാപ്പിയിൽ തുടങ്ങുകയാണ്. മേഘങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് പറന്നുയർന്നു എയർ ഇന്ത്യ ഫ്ലൈറ്റ്. എൻ്റെ അടുത്തുള്ള 2 സീറ്റ് ലൈനിൽ തന്നെ അങ്ങേറ്റത്തൊരാൾ ഇങ്ങേറ്റത്തൊരാൾ 2 സീറ്റ്. തിരുവനന്തപുരം മുതൽ ശ്രീനഗർ വരെ ഒറ്റയ്ക്ക് തന്നെയാണ് എൻ്റെ യാത്ര. ഒരു 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഗ്യാപ്പ്. അപ്പം അതുകൊണ്ട് കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കണം. അതിനുള്ള ഓട്ടാണ്. അങ്ങനെ ഡൽഹി അടുത്ത ഫ്ലൈറ്റിന് കണക്ഷൻ ഫ്ലൈറ്റിനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു സന്തോഷം ഉണ്ടായെന്ന് പറഞ്ഞെന്താ വെച്ചാൽ 10 AM ആയിരുന്നു എൻ്റേത്. അപ്പോൾ ചെക്കിൻ മീൻസ് നമ്മുടെ ലാസ്റ്റ് ഗേറ്റിൽ എൻട്രിയുടെ സമയത്ത് അവർ പറഞ്ഞു ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ടായി. എന്താണെന്നല്ലേ 5 AM മീൻസ് 5 സീറ്റും കുറച്ചും കൂടെ മുന്നേ ആയി എന്നർത്ഥം. ഇതും എനിക്ക് വിൻഡോ സീറ്റാണ്. ഫ്ലൈറ്റിൽ ഇങ്ങനെ സെറ്റായിട്ട്. Window shades open. Thank you. ഡൽഹിയിൽ നിന്നും കണക്ഷൻ ഫ്ലൈറ്റിൽ ശ്രീനഗറിലേക്ക്. ഇന്ത്യൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ആണിത് ഇവിടെ കാണുന്നത്. താമസം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പം ഇവിടെ വന്നിറങ്ങി. ഇവരെല്ലാം ശരിക്കും അമൃത്സറിൽ നിന്ന് വരികയായിരുന്നു. സിന്ധുവിൻ്റെ അനിയത്തി സന്ധ്യ, ബ്രദർ സന്ധ്യയുടെ ബ്രദറിൻ്റെ ഫ്രണ്ട്. അപ്പം ഇവിടെയാണ് അവരും കഴിഞ്ഞ പ്രാവശ്യം താമസിച്ചത്. അവിടത്തേക്കാണ് ഇപ്പം ഞങ്ങൾക്കും താമസം വെച്ചിരിക്കുന്നത്. ഇത് ഒരു അപ്പാർട്ട്മെൻറ്റാണ്. പല ഇവരെ അക്കോമഡേറ്റ് ടൂറിസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന തരത്തിലാണ്. അവർ ഡ്രൈവേഴ്സിനെയും ഒക്കെ വെച്ചിട്ട് പിന്നെ ഒരു സൈഡ് ബിസിനസ് പോലെ അവർ ചെയ്യുന്നു. ഇതാണ് ഞങ്ങൾക്കായിട്ട് പറഞ്ഞിരിക്കുന്ന റൂം. അത്യാവശ്യം നല്ല വൃത്തിയെല്ലാം ഉണ്ട്. അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കബോർഡ്സ് ഉണ്ട് 2 പേർക്കും. ഞാനും സന്ധ്യയും ഇവിടെ നിൽക്കാതിരിക്കുന്നു. ടോയ്ലറ്റ് ഉണ്ട്, കുഴപ്പമില്ല. നമ്മുടെ കിച്ചണാണിത്. ഇവിടെ അവർ വേണമെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും. അല്ല നമുക്ക് സാധനം എന്തെങ്കിലും ഉണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കപ്പ അതേ മുറിച്ച് അടുപ്പത്താക്കി അത് ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് അച്ചാർ കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇതാണ് സന്ധ്യ. ഹായ്. സന്ധ്യ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സീനിയർ പോസ്റ്റ് ആണ്. ഒരു ചെറിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ല, ബഡാ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇങ്ങനെ ഒരു സ്പെഷ്യൽ വൈബാണ് യാത്രകൾക്കും ഒക്കെ ആയിട്ട്. ഇത് സിന്ധുവിന്റെ സന്ധ്യയുടെ ഏക സഹോദരൻ. കായൊക്കെ വെക്കാം, പോലീസ് കിട്ടൂല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ കപ്പയൊക്കെ വെന്തു. കപ്പയും അച്ചാറുമായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഒരാളും കൂടി ഉണ്ട്. സന്ധ്യ സ്പെഷ്യൽ ചായയും കൂടി അതാ വെച്ചു. അങ്ങനെ വെച്ചു. ശ്രീനഗറിലെത്തി. ഫസ്റ്റ് ഡേ ആണ്. ഒന്ന് ഫ്രഷായി പുറത്തിറങ്ങാണ്. സൈറ്റ് സീയിങ്. ഇതാണ് ഞങ്ങളുടെ സാരഥി. आपका नाम क्या है भाई? वंशराज. वंशराज. ഇത് നമ്മുടെ ഝലം നദിയാണ്. ഝലം നദി അതിന്റെ പോഷക നദികളോടെ കശ്മീരിൽ ധാരാളം ആയിട്ട് ഒഴുകുന്ന ഒരു പ്രധാന നദിയാണ് കശ്മീരിലെ ഝലം നദി. ചിനാർ മരമാണ്. 500-600 വർഷമൊക്കെ നിൽക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ചിനാർ ഇവരുടെ ട്രഡീഷണൽ വൃക്ഷം പോലെയാണ്. ഇതിന് നമ്മളവിടെ ആല് മുറിച്ച് കളയാൻ പാടില്ലല്ലോ എന്നതുപോലെയാണ്. ഐഡന്റിറ്റിയാണ് ചിനാർ വൃക്ഷം എന്നാണ് പറയുന്നത്.
ആചാര്യരാൽ സ്ഥാപിതമായ ക്ഷേത്രമാണ് അതിന്റെ ഏറ്റവും മേലെ കാണുന്നത്. അതിൽ വീഡിയോയിൽ എത്ര കണ്ട് വരും എന്നറിയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഇതിലെ പോകുമ്പോൾ കാണാൻ പറ്റും. ക്ഷേത്രത്തിന്റെ കമാനം, ഒരു കമാനമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അമ്പലത്തിന്റെ ഗോപുരമൊക്കെ ഇവിടെ നിന്ന് കുറച്ചുകൂടി കാണുന്നുണ്ട്, വീഡിയോയിൽ കുറച്ച് വരും. കൂളിംഗ് ഫീലിംഗ്, കശ്മീരിനെ മൊത്തത്തിൽ തണുപ്പിക്കുന്ന, കശ്മീരിന്റെ AC അതെന്ന് ചോദിച്ചാൽ ചിനാർ വൃക്ഷങ്ങൾ അത്രയും വെച്ചിട്ടുണ്ട്, അത്രയും പരിപാലിക്കുന്നുണ്ട്. अभी खेल नहीं इधर नहीं. एक इससे पीछे में जो बड़ा है ना, इससे बड़ा फुटबॉल, वो उसके बैक साइड में है. इससे बड़ा ग्राउंड है फुटबॉल ग्राउंड, जहाँ फुटबॉल मैचेस होते हैं, स्टेडियम है समझो इसको. ये मौलाना आजाद रोड है क्या? लाल चौक की तरफ पोलो ग्राउंड आगे है ना, दिया हुआ है. इसके आगे साइड में बड़ा स्टेडियम है. ये गोल्फ लिंग है क्या? हाँ, अब मैं थोड़ा स्लो करता हूँ गाड़ी, किस तरह से अंदर एंट्री इसकी वो देख सकते हैं. हाँ, गोल्फ वो पीछे से बहुत बड़ा है, वो लास्ट तक के पीछे है. बहुत बड़ी अमेजिंग है, बहुत जबरदस्त है. अंदर जाएंगे ना उसके ये कौन सा जंक्शन है? ये डलगेट. डेलगेट. हाँ, डल कौन? मैं पहली बार आई हूँ. ओके. और संध्या है ना, जी, वो जी. वो अकेली, वो खाली पहले आया था. हम तीनों पहली बार हैं. जी. आप जी संध्या सिस्टर, आप मतलब पहले कहाँ काम डल लेक घूमे आप? ओके. इवनिंग टाइम में डल लेक आप जाओगे, मेंबर ये समझ लो आप. तो उनको अभी शिकारा राइड करना है, 2 आवर्स उनका मार्केट अंदर दिखाना है, ठीक है. और वो 4 चिनार दिखा देना, तो वो फिर मैं ले आऊँ उनको. मैं इधर पहुँचता हूँ घाट नंबर 3 पे. दाल लेक. ഓക്കെ. ദാൽ തടാകം. ठीक है. ഓ, സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഊട്ടിയിലേക്ക് പോലെ. വാവ്, വലിയ നൈറ്റിംഗേൾ. ആ, ഇത് മറ്റേ ये हाउस बोट है यहाँ इनके ना, ഹൗസ് ബോട്ട്. सारा. हाँ, ഫ്ലോട്ടിംഗ് ബോട്ട്സ് ആണ്, ഹൗസ് ബോട്ട് ആയിട്ട് അവർ ഉപയോഗിക്കാണ്. अभी आपको अंदर मार्केट भी मिलेगी इसमें, वाटर में सारी. നീരിൽ വന്നു എന്നും ഈ ദാൽ ലേക്കിന്റെ പരിസരത്തൊക്കെ വരാൻ പറ്റുന്നു എന്ന് പറയുന്ന സത്യത്തിൽ വിശ്വസിക്കാനും പറ്റുന്നില്ല. അത്രയ്ക്കും ഒരു വല്ലാത്ത ഒരു ഫീലിംഗ്. ശിക്കാരകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ഈ ദാൽ ലേക്ക് നിറച്ച് ശിക്കാരകൾ കൊണ്ട് അലങ്കൃതം. വളരെ വർണ്ണാഭമായിട്ടാണ് ദാൽ ലേക്കിലെ ശിക്കാരകൾ. പക്ഷെ അവരുടെ ഉപജീവന മാർഗം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ശിക്കാരകളിലേക്ക് നമ്മുടെ സഞ്ചാരികളെ 5 മണി മുതൽ 4 മണിക്കൊക്കെ ഇവിടെ ആക്റ്റീവ് ആവും. ബാർട്ടർ സിസ്റ്റത്തിലാണ് ഇവിടെ ചെയ്യുന്നത്. സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് ഇവിടെ. ശിക്കാര റൈഡാണ്, അതിനാണ് വന്നിരിക്കുന്നത്. ഈവനിങ് ആണ്, പക്ഷെ ക്ലൈമറ്റ് ഭയങ്കര സുഖകരമാണ് ഈ സമയം എന്ന് പറയുന്നത്. ശരിക്കും ബാർട്ടർ സിസ്റ്റത്തില് ശിക്കാര റൈഡിലൂടെ ഒരു സമ്പ്രദായം നടക്കുന്ന, അതിലൂടെ ജീവിതം നടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാല് കശ്മീരിന്റെ മേജർ അട്രാക്റ്റീവ് പ്ലേസ് എന്ന് പറയാം ഈ ദാൽ ലേക്ക്. ഇവിടെയാണ് ശിക്കാരാസിന്റെ കേന്ദ്രമാണ്. ഈവനിങ് അത്രയ്ക്കൊന്നും ഇല്ല എന്നിരിക്കലും ഇവിടെ ധാരാളമുണ്ട്. അതും അതിന്റെ വിശേഷങ്ങളും ദാൽ ലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കണ്ടുവരാം. കുറെ സാധനങ്ങളുണ്ട്, ഈ സാധനങ്ങളും കൊണ്ട് പോവാണ്. ഇത് പക്ഷെ ബാർട്ടർ സിസ്റ്റത്തിനൊന്നും പറയാനൊന്നും പറ്റത്തില്ല, അവരെ ഗ്രാമത്തിലതൊന്നും അല്ല. ഇവിടെ ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ തന്നെയാണ് അവർ കൊണ്ടുവന്നത്. वो अलाउड जाने का है नहीं, देखो सब शिकारा चलता है ना वापस वहाँ से. जी, अभी राजा का प्रॉपर्टी नहीं है ना, और क्या उसी का है ना, गवर्नमेंट का ही है ना. फिर उसको कबूतर, वो कबूतर खाना
കബൂത്തർ ഖാന ക്യോ നാം ആയ? नाम रखा है उसका कबूतर खाना, वहाँ बहुत कबूतर അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് രാജാവിന്റെ പാലസ് ഉണ്ട്. ഇപ്പം അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം അത് ബേസ് ക്യാമ്പ് ആണ് ആർമിയുടെ. അത് കാരണം ആ 3 വൃക്ഷങ്ങൾ ഇരിക്കുന്നില്ലേ, 4 ആ 4 വൃക്ഷങ്ങളുടെ അതാണ് കബൂത്തർ ഖാന എന്ന സ്ഥലമായിട്ട് ഇരിക്കുന്നത്. ധാരാളം പ്രാവുകൾ വരികയും അതിന് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അതുകൊണ്ടാണ് രാജാവ് അതിന് കബൂത്തർ ഖാന എന്ന പേര് വെച്ചത്. ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന ഹൗസ് ബോട്ടുകളാണ് ഈ കാണുന്നത് എന്നാണ് പറഞ്ഞത്. ഒരുപാട് കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് അത് നമ്മളും ഇങ്ങനെ ബ്രെയിനിൽ എക്സ്പീരിയൻസ് ചെയ്തെടുക്കുമ്പോൾ ചില കാര്യം പറയാൻ വിട്ടുപോകും. അതൊക്കെയാണ്. ഇതും അതുപോലെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്ത ഫ്ലോട്ടിംഗ് ഗാർഡൻ നേരത്തെ പറഞ്ഞതിലെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതുപോലെ അവർ സ്ഥലം നേരത്തെ നമ്മൾ ബോർഡർ ഇരിക്കത്തില്ലേ, അതുപോലെ ബോർഡർ തിരിച്ചെടുക്കുകയാണ്. എടുത്തിട്ട് അവിടെ ചീര പോലുള്ള സാധനങ്ങളൊക്കെ അവർ ഉണ്ടാക്കാറുണ്ട്. അതിനകത്ത് ഫിഷിനെ വളർത്തുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. അതായത് ഒരു ബോർഡർ തിരിച്ച് നമ്മൾ സ്ഥലം എങ്ങനെ അളന്നെടുക്കണോ അതുപോലെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബോർഡർ കെട്ടിവെച്ച് അതിനകത്ത് ഈ താലാബിന്റെ നദിയുടെ വെള്ളം തന്നെയാണ് അപ്പുറത്തുള്ളത്. പക്ഷെ കണ്ടാൽ തോന്നും അവിടെ കൊണ്ട് തീർന്നു അല്ല. പക്ഷെ നമുക്കിങ്ങനെ എത്തിയൊന്നും നോക്കാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല. നമ്മൾ ഭയങ്കര ധൈര്യമുള്ളവരും ഈ വെള്ളത്തിൽ വീണാല് വിശേഷം അറിയും എന്നുള്ളത് കൊണ്ടും അങ്ങനെ അനങ്ങാതെ ഇരിക്കുക, മുതലും പിടിച്ച് വർത്താനം മാത്രമേ ഉള്ളൂ. ഈ കാണുന്നത് താറാവ് കുഞ്ഞുങ്ങളാണ്, കാട്ടുതാറാവിന്റെ കുഞ്ഞുങ്ങൾ. ഫ്ലോട്ടിംഗ് ഗാർഡനിലെ മുന്തിരിപ്പാടമാണത്. ഇതൊക്കെ ക്ലബ് മഹീന്ദ്രയുടെയാണ്. അത് ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാനുള്ളൊരു രസമായിട്ടും കൂടി ഇരിക്കുകയാണ്. ഇത് പൂക്കൾ, അല്ലെങ്കിലും കശ്മീരും നമ്മുടെ ദാൽ ലേക്കും ഫ്ലോട്ടിംഗ് മാർക്കറ്റും എന്നൊക്കെ പറഞ്ഞാൽ പൂക്കളുടെ ഒരു പരവതാനി തീർത്ത സ്ഥലം തന്നെയാണ്, സംശയമില്ല. പക്ഷേ പൂക്കളുടെ ആ ഒരു വർണ്ണാഭ കാണണമെങ്കിൽ നമ്മൾ രാവിലെ വരണം എന്നുള്ളതാണ്. പക്ഷെ അതിരാവിലെ 3 മണിക്കും 4 മണിക്കും 5 മണിക്കും ഒക്കെ എത്തുക എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര നടക്കത്തില്ല. എനിക്ക് പ്രത്യേകിച്ച് നടക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങള് അത് കുഞ്ഞായോണ്ട് ഇപ്പം जलमुर्गी छोटा है इसलिए पकड़ के नहीं खाता, बड़ा होता है तो खाता है. उसका अंडा मिलता है क्या? कैसा मिलेगा? कैसा मिलेगा? छोटा अंडा होता है. कैसा मिलेगा? वो पानी पे ही डालता है ना? नहीं वो फ्लोट होता है फ्लोटिंग गार्डन में. वो उधर वो इसका पालन करता है. पालन करता है क्या इसका? हाँ. അതായത് ഫ്ലോട്ടിംഗ് ഗാർഡൻ ഉണ്ടാക്കിയിട്ട് അവർ അതിനകത്ത് താറാവിനെ വളർത്താറുണ്ട് എന്ന്. അങ്ങനെ വളർത്തുമ്പോൾ അവിടെ നിന്ന് അവർക്ക് മുട്ട കിട്ടും. പിന്നെ വളർന്ന താറാവിനെ അവർ കറി വെക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അതും ഒരു ബിസിനസ്. ഇവരാണ് അവിടെ ഷോളൊക്കെ ഉണ്ടാക്കുന്ന കുട്ടികളാണ് പോയത്. इंसान के ऊपर दौड़ता है भाभी. Money is nothing, but man is something. Money I earn lot of, but where I get man? If man is die, then everything is finished. गार्डन के नीचे पहले क्या डालता है भाई? कुछ नहीं. फिर ऐसे ही कुदरत का. कुदरत रखे तो वो चलेगा क्या? പുല്ല് കൊണ്ട് വെച്ചിട്ട് അത് പിന്നെ ഗ്രാജുവലി ആയി വരും എന്നൊക്കെയാണ് പറയുന്നത്. 1,30,00,000 രൂപയാണെന്ന് ഒരു ഫ്ലോട്ടിംഗ് ബോട്ട് വാങ്ങുന്നതിനുള്ള വില. നല്ല ലാഭമാണ്, വേണമെങ്കിൽ വാങ്ങാം, ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. അതാണ് ശങ്കരാചാര്യരുടെ, അതാ മകുടം കാണുന്നുണ്ട്. ദാൽ ലേക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് ആ വണ്ടി നിർത്തിയെടുത്ത് എടുക്കാൻ പറ്റുമായിരുന്നു. ശങ്കരാചാര്യരുടെ മന്ദിരം എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡർ ഉണ്ടായിരുന്നു. 242 സ്റ്റെപ്സ് ആണ്. ഓ वो बम्बरो शामरंग बम्बरो वो यहाँ पे बम्बरो शामरंग बम्बरो. रितिक रोशन जो छलांग मारता है ना पानी के अंदर, वो मारता है यहाँ पे. ഓ, ആ സിനിമയിലെ ഈ പാട്ടും അതിന്റെ സീനും ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭയങ്കര ഭംഗിയാണ്, ബ്യൂട്ടിയാണ് ഇവിടുത്തെ ആൾക്കാര്, ആണും പെണ്ണും ഒക്കെ ഭയങ്കര ഭംഗിയാണ്. കശ്മീർ എന്താ ഭംഗിയാ കൊച്ചുമോൻ.
ഒരു പാലസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ അത്രയ്ക്ക് ഭംഗിക്കായിരിക്കുന്നു. മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ മസ്റ്റ് റൈഡ് ഒരു സംഭവമാണ് കശ്മീരിൽ. ഡോൺ മിസ് ദാൽ ലേക്കും ഷിക്കാര പഷ്മിന ഷോള് ഇതാണ് കശ്മീരിലെ ഫേമസ് സാധനം. ആ ഷോൾ ഒരെണ്ണം വാങ്ങണം, എനിക്കും വാങ്ങണം. പഷ്മിന സാധനങ്ങളൊക്കെ കൊണ്ടുപോവാണ് വിൽക്കാൻ. ടൂറിസ്റ്റ് മാത്രമല്ല, നമ്മൾ കാണുന്ന ഷിക്കാരയിൽ ഇവിടെ എത്തുമ്പോഴേക്ക് ഷിക്കാരകളുടെ ഒരു ആധിക്യം കാണാൻ പറ്റും. ഇവിടുന്ന് പോലും വരുതാ കരകൗശല വസ്തുക്കളൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു കച്ചവടക്കാരൻ തന്റെ ഷിക്കാരയിൽ തന്നെ ബോട്ടിൽ കൊണ്ട് നടക്കാണ്. വസ്ത്ര വൈവിധ്യങ്ങളാണിത്. ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്. ഇതാ വരുന്ന എന്നോട് നേരത്തെ ചോദിച്ചിരുന്നു ജ്വല്ലറീസ് ഉണ്ട് വേണോന്ന്. ഓ യു ആർ മേക്കിംഗ് ദിസ്. ഹൗ മച്ച്? അദ്ദേഹമാണ് ഉണ്ടാക്കുന്നത്. അതിന് എല്ലാം കമ്മലും ഒക്കെ ചേർത്തിട്ട് ആ സെറ്റിന് 750 रुपीस എന്ന് പറയുന്നു. हमको नहीं चाहिए बाबा, ये सिंपली देखने के लिए अच्छा है बहुत, लेकिन नहीं चाहिए. हाँ हाँ ओ ये क्या है? मेटल क्या है? വാൾനട്ട്. ഓ വാൾനട്ട് വുഡിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാ പറയുന്നത്. 750 रुपीस എന്നാ പറയുന്നത്. And choose which one you like. No, I don't want, please. Simply देखने के लिए I can't buy. Sorry. അകത്ത് കയറി നന്നായിട്ട് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. മീന ബസാർ ഇവിടെ കൊണ്ട് തീർന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഡ്രസ്സസാണ്. ഓ കൊച്ചു നിൽക്കുന്നു. വ്യാപാരികളായി ഇങ്ങനെ തുഴഞ്ഞു കിടക്കാണ്. ഒരു കാലത്ത് പ്രൗഢി ഉണ്ടായിരുന്ന ഒരു പാലസ് ആയിരിക്കണമല്ല, ഇന്ന് പൊളിഞ്ഞൊക്കെ വീഴാറായി അത്. ഒരുപാട് ആയാസപ്പെട്ട് വീഡിയോ എടുക്കാൻ സാധിക്കണില്ല, പറ്റുന്ന പോലെ എടുക്കണു, അത്ര തന്നെ. नेहरू गार्डन है, 25 रुपए टिकट. कब है एंट्री? कब कितने बजे को? एक जन का 25 रुपए टिकट. हाँ हाँ हाँ. क्या क्या है अंदर? बस एक छोटा सा आइलैंड है. वो उधर देखने के लिए. हाँ हाँ हाँ. ഇതൊരു ചെറിയ ഐലൻഡ് ആണ്. 25 രൂപ ഓരോ ആൾക്ക് ടിക്കറ്റ്. നെഹ്റു ക്യാ ബോലാ ജി? നെഹ്റു ഗാർഡൻ എന്നാണ് പേര്. നെഹ്റുജി കാ. ഹാ സമജ. അപ്പോൾ നെഹ്റു ഗാർഡൻ ആണ്. അവർ ഉണ്ടാക്കിയെടുത്ത ഒരു ഐലൻഡാണിത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആർട്ടിഫിഷ്യലി ഫ്ലോട്ടിംഗ് ഗാർഡൻ ഉണ്ടാക്കുമെന്ന്, അതുപോലെ ഉണ്ടാക്കിയെടുത്ത ഒരു ഐലൻഡാണ്. അതിനകത്ത് 25 രൂപ ടിക്കറ്റിൽ കയറി ഒക്കെ ആ ഗാർഡനൊക്കെ നമുക്ക് കാണാം, എൻജോയ് ചെയ്യാം എന്നാണ് പറഞ്ഞു വരുന്നത്. കുറേ എടുത്തതാണ്, എന്നാലും തുണിക്കടയൊക്കെ കാണുമ്പോൾ, ആഭരണക്കടകളും തുണിക്കടകളൊക്കെ കാണുമ്പോൾ ആ വർണ്ണവൈവിധ്യം നമ്മളെ എങ്ങോട്ട് ആകർഷിക്കും. ചുവന്ന സാരിയൊക്കെ നല്ല ഭംഗിയുണ്ട്. സാരിയാണോ? ആ സാരി തന്നെ. ബാക്കി വീഡിയോ ഉടൻ പോസ്റ്റ് ചെയ്യും. വീഡിയോ കണ്ട് ലൈക്കും കമന്റും മറക്കല്ലേ.